ഇതാണ് ഞങ്ങളുടെ മണിക്കൊന്ന എന്ന് പറയും. പിന്നെ വേറെ പേര് ചെയിൻ ഓഫ് ഗ്ലോറി എന്ന് പറയുന്നതിനാ. ഇനി ഞാൻ നിങ്ങളെ ഫിലോഡെൻഡ്രോൺ പരിചയപ്പെടുത്താം. ഇത് ഡ്രസ്സീനയാണ്. ഈ ഡ്രസ്സീനൊക്കെ ഒന്ന് നോക്കിയേ, നല്ല ഒരുവിധം വെയിലടിക്കുമ്പോഴാണ് ആ റെഡ് കളറൊക്കെ ഇങ്ങനെ വന്നെ. ഇത് നമ്മുടെ അലോക്കേഷ്യ ഗുൽഗുലാത്തി. ഡ്രസ്സീനയുടെ ഏതാണ്ട് മിക്ക വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് ഞാൻ. ഇത് നമ്മുടെ കലാഡിയ ഉണ്ടത്. ഇതിന് സീബ്ര കലാഡിയ എന്ന് പറയും, കലാഡിയൻ ലെന്റിനി എന്നും പറയും. ഇതിങ്ങനെ വരച്ച് വെച്ചേക്കണ പോലെ നോക്കിയേ. ഇത് പണ്ടത്തെയാണ് ഒരു ചെടിയാണെങ്കിലും പക്ഷെ ഇത് നല്ല ഭംഗിയാവ് കാണാനായിട്ട്. അധികം സൂര്യപ്രകാശം ഇതിന് വേണ്ട കേട്ടോ, ഇലകളൊക്കെ കരിഞ്ഞു പോകും. ഇത് നമ്മുടെ ഷിസ്മാറ്റോണ്. ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റികൾ വേറെ ഉണ്ട്. ഇത് നമ്മുടെ മാമിയാണ്. ഇത് സിൽവർ ക്ലൗഡ്. ഇത് നമ്മുടെ ഹോമിൻ ലോമയുടെ വെറൈറ്റി. അതിൻ്റെ തന്നെ ഞാൻ കുറച്ച് വെറൈറ്റികൾ കാണിച്ചു തരാം. ഇത് സനഡു നമ്മുടെ. ഞാൻ ഇനി അലോക്കേഷ്യയുടെ കുറച്ച് വെറൈറ്റികൾ കാണിച്ചു തരാം. കണ്ടോ, ഇത് സിൽവർ അലോക്കേഷ്യാണ്. ഇത് ഇതിൻ്റെ ലീഫിൻ്റെ ഒക്കെ ഭംഗി നോക്കി ഇങ്ങനെ വരും. ഇത് അലോക്കേഷ്യയുടെ ഇതൊക്കെ നമ്മൾ അതിൻ്റെ അടിയിലുള്ള ചേമ്പ് അതാണ് കട്ട് ചെയ്തൊക്കെ പിടിക്കുന്നത്. ഗ്രാൻഡീസ് നോക്കി, ഗ്രാൻഡീസിൻ്റെ കുറച്ച് തൈകളൊക്കെ ആൾക്കാർ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ നിന്ന് കൊണ്ടുപോയി കുറച്ച്. എന്നാലും ഉണ്ട് കേട്ടോ തൈകൾ, അവിടെയൊക്കെ തൈകൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ അലോക്കേഷ്യക്ക് ഇതിനൊക്കെ ഇച്ചിരി റേറ്റ് കുറവുണ്ട്. ഒരു 150 രൂപയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് സെയിൽ ചെയ്യാം. പക്ഷേ ഇതിന് ഇച്ചിരി റേറ്റുള്ള സാധനമാണ് ഗ്രാൻഡീസ്. ഇതിൻ്റെ തൈക്കൊക്കെ ഒരു ചെറിയ തൈക്കൊക്കെ ഒരു 300, വലിയതിനൊക്കെ ഒരു 500-600 അങ്ങനെ റേറ്റ് വരും ഗ്രാൻഡീസിന്. ഇതൊക്കെ നമ്മൾ കലാഡിയ. ഇത് ആൽബം. ഇത് ഗ്രാൻഡീസിൻ്റെ തൈക്കളാണ്. ഇതൊക്കെ പെട്ടെന്ന് വലുതാവും എന്ന് പറഞ്ഞാൽ ഈ ലീഫ് വലിയ ലീഫ് ആവണം. അത് അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ തൈ നിങ്ങൾ ചെറിയ തൈ കൊണ്ടുപോയാലും ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഒരു മാസത്തിലൊക്കെ വലിയ ലീഫാവും. അങ്ങനെ ആൾക്കാർ ചിലവർ അങ്ങനെ ചെറിയ തൈ കൊണ്ടുപോകുന്നവരുണ്ട്, ചിലർ വലിയ തൈ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് വലുതായി കിട്ടും നമുക്ക് വേഗം ചെറിയ തൈ ഉണ്ടായാലും. ഇത് നമ്മുടെ എലിഫന്റ് ഇയർ എന്നാണ് ഇതിൻ്റെ ഈ ചെടിയുടെ പേര്. നമ്മുടെ പണ്ട് ആനച്ചെവി എന്ന് പറയും, എലിഫന്റ് ഇയർ എന്ന് പറയും. ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി. നമ്മുടെ ഫ്ലവർ ആന്തോറിയത്തിൻ്റെ അതേ സൈസ് തന്നെയാണ്. വെയിലധികം വേണ്ട, വെള്ളം നന്നായിട്ട് വേണം. ഇതിന് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. ഇതൊരു ഇതിനേലും കൂടുതൽ ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു 10-15 കൊല്ലമൊക്കെ എത്തിയ അങ്ങനത്തെ ഉള്ള ചെടികൾ കിട്ടുന്നുണ്ട്. അതനുസരിച്ചാണ് അതിൻ്റെ ലീഫ് വരുന്നത്. പെട്ടെന്ന് വലുതാവും ഇത്, വലിയ മദർ പ്ലാന്റൊക്കെ. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു മീഡിയം ഇങ്ങനത്തെ ഒക്കെ ഒരു 700. പിന്നെ വലിയതിന് ഇച്ചിരി റേറ്റ് കൂടും കേട്ടോ, ഒരു 1500 അങ്ങനെയൊക്കെ റേറ്റിലേക്ക് വരും. പക്ഷെ ഇത് ചെറിയ ചെടിയും ഈ പറഞ്ഞോളം തന്നെ നമുക്ക് പെട്ടെന്ന് വലുതാക്കി എടുക്കാതെ. ലീഫൊക്കെ വേഗം വലുതാവും. പിടിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മനസ്സിലാക്കിയാൽ നമുക്ക് വേഗം പിടിപ്പിച്ചെടുക്കാം. ഇതന്നെ കുറേ വെറൈറ്റികളുണ്ട്, ഞങ്ങളുടെയിലും കുറച്ചുണ്ട്. ഞാൻ വേറെ വെറൈറ്റികളൊന്ന് കാണിക്കണോ? ഇതൊക്കെ നമ്മുടെ മിനിയേച്ചർ ആന്തോറിയാണ്. മിനിയേച്ചർ ഇത് ലീഫൊക്കെ ഒരുവിധം അത്രയ്ക്ക് വലുപ്പം വയ്ക്കില്ല. പക്ഷെ ഈ ചെടി എന്ന് പറയാൻ കാരണം കണ്ട, ഇത് നമുക്കെന്തറിയാമോ, ഇതിൻ്റെ ഈ ഇതളിങ്ങനെ അടർത്തിയാണ് വെക്കണേ. കണ്ട കുറേ പൊട്ടിക്കൂടുമ്മ. ഇപ്പം ഇതുമ്പോൾ തന്നെ ഒരു 4 ഇതുണ്ട്. അതിങ്ങനെ അടർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് അത് പിടിച്ചിട്ടും.
പക്ഷെ അത് അതിൻ്റെ അടിയാണ് കട്ട് ചെയ്ത് പിടിപ്പിക്കണേ. പിന്നെ അത് വിത്തും പിടിപ്പിക്കുക കേട്ടോ, വിത്തും പിടിപ്പിക്കുക, അടി കട്ട് ചെയ്തും പിടിപ്പിക്കണത്. പക്ഷെ ഇത് നമുക്കിപ്പോൾ ഏതാണ് നമ്മൾ മനസ്സിലാക്കണത് എങ്ങനെയാണ് കട്ട് ചെയ്ത് പിടിപ്പിക്കണേന്ന്. ഇതിങ്ങനെ അടർത്തി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ചെടിയാണ്. ഈ ആന്തോറിയത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ, ഇതാണ് ഫോർഗറ്റ് ആന്തോറിയം എന്ന് പറയണത്. ഇത് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനെ ലീഫ് വിട്ടലിരിക്കണേ, ഇതിങ്ങനെ കൂടും ഫോർഗറ്റിയുടെ. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഫോർഗറ്റിയുടെ ഒക്കെ തയ്യാ. ഇതും കട്ടിങ് ഇല്ല, ഇവിടെ കൂടും. ഇത് ഫോർഗറ്റി. ഇത് ഇച്ചിരി ഡിമാൻഡുള്ള സാധനമാണ്. ഇത് ഡാർക്ക് ഫോം എന്ന് പറയും. ഇതൊക്കെ ഒന്നിനോട് വ്യത്യാസം എന്ന് പറയുക അങ്ങനെ അതിൻ്റെ ലീഫ് വരുമ്പോൾ അവിടെ നമുക്കിത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം. ഇത് ഡ്രസ്സീനകളാണ് കേട്ടോ. ഡ്രസ്സീനകൾ ഞാൻ വേറെ സ്ഥലത്ത് കാണിച്ചു തരാം. ഇതൊരു 10-60 വെറൈറ്റി ഒക്കെ എനിക്ക് തോന്നുന്നു. ഡ്രസ്സീനയുടെ ഏതാണ്ട് മിക്ക വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ കണ്ടാലും അത് സംഘടിപ്പിക്കാൻ നോക്കും, പിടിപ്പിക്കുകയും ചെയ്യും. ഇത് നോക്കിയേ, ബ്ലാക്ക് ഹോമിലോമയുടെ ബ്ലാക്ക്, സിൽവർ, ഇതൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കും കേട്ടോ. ഞാൻ എല്ലാ സൈസ് ചെടിയും ചെയ്യണമെന്ന് പറയാൻ കാരണം ഒരു വണ്ടിയും കൊണ്ടൊക്കെ വരാണെങ്കിൽ ആൾക്കാർക്ക് എല്ലാ സൈസ് ചെടികളും കൊണ്ടുപോകാം. ഇപ്പം നമ്മൾ അഗ്ലോണിമ കലാത്തിക മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേറെ ചെടികൾ ഇഷ്ടപ്പെടാമെന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ചെടിയും ചെയ്യുന്നത്. ഇത് നമ്മുടെ അലോക്കേഷ്യ ഗുൽഗുലാത്തി. പക്ഷെ ഇത് നമ്മൾ എത്ര വേനലായാലും ഈ ഇല ഇങ്ങനെ നിവർന്ന് തന്നെ നിൽക്കും, ഇങ്ങനെ വാടിക്കിടക്കില്ല ഈ ചെടി. ഇത് നമ്മുടെ ട്രിപ്പാറ്റിനം. എല്ലാ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ആൾക്കാർ ഓരോന്നൊക്കെ എല്ലാ വെറൈറ്റികളും അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ നിന്ന്. ഇത് ട്രിപ്പാറ്റിനത്തിൻ്റെ ഫിലോഡൻഡ്രോൺമാര്. ഞാൻ ഈ ഡ്രസ്സീനയുടെ കുറച്ച് വെറൈറ്റി കാണിക്കാന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, ഇതൊക്കെ ഒന്നിന് ലീഫൊക്കെ വ്യത്യാസങ്ങളാണ്. അതെ, കാണുമ്പോൾ എല്ലാം ഒന്നാന്ന് വിചാരിക്കും, പക്ഷെ ലീഫ് വെച്ച് നോക്കുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളാണ്. ഈ ഡ്രസ്സിന് നോക്കി, ഇത് കണ്ടോ, ഇത് സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് ആ റെഡ്, ആ പിങ്ക് കണ്ടോ, അത് പിങ്ക് തെളിഞ്ഞു വരും. ഇതൊക്കെ ഡ്രസ്സീനാണ്. ഡ്രസ്സീന് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഡ്രസ്സീനത് പിടി. പിന്നെ ഇതൊരു ജിഞ്ചർ പ്ലാന്റ്. ഇതൊക്കെ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ നല്ല നട്ടത്. ലീഫ് പിന്നെ വാടിപ്പോവില്ല. പിന്നെ ഡ്രസ്സീന, ഇതൊക്കെ ഡ്രസ്സീനകളാണ്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സീന കണ്ടോ, ഇത് ട്വിസ്റ്റഡ്. ഇത് ഇച്ചിരി ഡിമാൻഡ് ഉണ്ട് ഇതിന്. ഇത് നമ്മുടെ ഒരു സിങ്കോണിയത്തിൻ്റെ കേട്ടോ, ചിയ പെൻസ് എന്നാണ് അതിൻ്റെ പേര്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് വേഗം പിടിപ്പിക്കാം. ഇപ്പം നമ്മൾ നിൽക്കണ അഗ്ലോണിമയുടെ സെക്ഷനിലാണ് നിൽക്കണേ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജയ്പോൺ, ബൗള്, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ട്രൈ കളറ് ഒക്കെ റെഡിൻ്റെ എല്ലാത്തിൻ്റെ ഉണ്ട്. പിന്നെ അധികം റേറ്റ് കൂടി, അത്രയ്ക്ക് റേറ്റ് കൂടിയ റേറ്റുകൾ എൻ്റെ കയ്യിൽ ഇല്ല. എന്നാലും ഒരു മീഡിയം ഉള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു 350-400 അങ്ങനെയൊക്കെ റേറ്റ് ഉള്ളത് ഇതേ സൈസ്. ഇത് ഫ്രോക്സൺ
അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റികൾ, ഫ്രോക്സൻ്റെ ഗ്രീൻ, ബൗള്, ഇതൊക്കെ നല്ല വെറൈറ്റികൾ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കവറ് ഇതൊക്കെ ഒരു 250, 300 അങ്ങനെയുള്ള, ചിലത് 150 അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അത് വെറൈറ്റി അനുസരിച്ചാണ് സെയിൽ ചെയ്യുന്നത്. ഒരുവിധം മിക്ക വെറൈറ്റി ഉണ്ട്. അവിടെയൊക്കെ സ്നോ വൈറ്റ് ഉണ്ട്. സ്നോ വൈറ്റിനൊക്കെ റേറ്റ് വരാതെ മിക്കവരുടെ കയ്യിലുണ്ടെന്ന് പോലെ ഒരു 60 രൂപ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഡിഫൻ ബാച്ചയുടെ കുറച്ച് അതുണ്ട്. അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റികളുണ്ട്. ഇതിനും അധികം വെയിലൊന്നും അടിക്കാൻ പാടില്ല കേട്ടോ. ഷീറ്റിൻ്റെ അടിയിലും അങ്ങനെയൊക്കെ വെക്കണം. യൂബിഷിൻ്റെ അടിയിൽ ഗ്രീൻ നെറ്റൊക്കെ കിട്ടിയാണ് സാധാരണ അഗ്ലോണിമ വയ്ക്കുക. ഇത് നോക്കി ഈ അഗ്ലോണിമ നോക്കി എല്ലാ സൈസ് ചെടിയും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ചെടി പിടിപ്പിക്കൽ, നമ്മളിത് അറിയാണ്ട് ഇതിലേക്ക് തന്നെ നമ്മൾ വരും. ചെടിയുടെ ഇടയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ചെടിയോട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ കേട്ടോ. ചെടികളെല്ലാ സൈസും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന ആൾക്കാർക്ക് ഏത് ചെടി ഇഷ്ടപ്പെടണേന്ന് നമുക്കറിയില്ല. ചിലവർക്ക് സാധാ ചെടികളായിരിക്കും, ചിലവർക്ക് അഗ്ലോണിമയായിരിക്കും, ചിലവർക്ക് കലാത്തികയായിരിക്കും. നമ്മളെല്ലാം ചെയ്താലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ചെടികൾക്ക് ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ കലാത്തിയുടെ ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ സെബ്രീന എന്ന് പറയും, കലാത്തിക. ഇതൊക്കെ റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു 60-70 അങ്ങനെയൊക്കെ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാം. ഈ കലാത്തിയൊക്കെ സെബ്രീന എന്ന് പറയണ കലാത്തി. ഇതും നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ കണ്ടോ ലീഫ്. പിന്നെ ലീഫിനൊക്കെ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ട് കണ്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പോലെ തോന്നിക്കണില്ലേ, വരച്ച് വെച്ചോട്ടോ. വെയിലും അധികം പാടില്ല. ഇത് കേട് അധികം വരാത്ത കലാത്തിക. ഞാൻ കേട് വന്ന കലാത്തിക വേറെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ നന്നായിട്ട് കെയറിങ് വേണം. ഇതിനധികം കെയറിങ് ഒന്നും വേണ്ട. വെള്ളം കൂടിയാലോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കലാത്തിയുടെ ഏതാണ്ട് മിക്ക വെറൈറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഓർബിപ്പോളി. വെയിലധികം പാടില്ല ഇതിന്. സിൽവർ പ്ലേറ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട് കലാത്തിയുടെ. കലാത്തി, ഇതൊക്കെ കലാത്തിക. ഈ കലാത്തികളൊക്കെ ഇച്ചിരി കെയറിങ് ആവശ്യമുള്ള കലാത്തികൾ. എൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ. വെയിൽ ഇവിടെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. കലാത്തികൾ ഞാനിങ്ങനെ ഒരു ഇത് ചെയ്തെടുത്തതാണ്. ഒരു ഷേപ്പിൽ വളച്ചെടുത്ത് ഞാൻ തന്നെ ചെയ്തതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ അങ്ങനെ ചെയ്യാനൊന്നും. അത് ശരിയാവുമെന്ന് അറിയാൻ വേണ്ടി ഞാനങ്ങനെ ചെയ്തതാണ്. ഇത് ആ ഗ്ലോണിമ ഞാൻ കേട് വന്നിട്ട് സാഫ് മുക്കി ശരിയാക്കി എടുത്തതാണ്. അങ്ങനെ മാറ്റി ഒറ്റയ്ക്ക് വെച്ചേക്കണേ. രക്ഷപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് കേട് വന്നതാണ്, ശരിയാക്കി എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ കേട് വരാണെങ്കിൽ നമ്മൾ നോക്കണം അതിൻ്റെ കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അത് എടുത്ത് സാഫ് മുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചീത്തയായി പോവും. ചെടിക്കും അങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളാണ് ഈ കലാത്തിയൊക്കെ പീക്കോക്ക്. ഇത് കൊല്ലങ്ങളായിട്ടുണ്ട് ഞങ്ങളുടെ. ഒരു 4-5 വർഷം തുടക്കമൊക്കെ ഉള്ള കലാത്തിക്കാണ് ഇതൊക്കെ. ഇതൊക്കെ സിങ്കോണിയം വേരിഗേഷൻ ഉള്ളത് കണ്ടോ ആൽബം. ഈ വേരിഗേഷനുള്ളതിനൊക്കെ ഡിമാൻഡ് ഇങ്ങനെ വന്നേ. വേരിഗേഷൻ വരുക. ഇതൊരു ഫേണാണ് വെയിറ്റിടുന്നത്, പക്ഷെ കാണാൻ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ.
ഇതൊക്കെ ക്രിപ്റ്റാന്തസ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ബിഗോണിയ ഐറ്റംസുകളാണ്. ഞാൻ പിടിപ്പിച്ച് വെച്ച ബിഗോണികൾ തന്നെയാണ്. ഇതൊക്കെ ഒരു 40 രൂപ തുടങ്ങി നമുക്ക് സെയിൽ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ യുഫോർബിയകളാണ്. കുറേ ഉണ്ടായതാണ്. അപ്പോൾ കേടും നമ്മൾ ക്യാൻസർ വരുമെന്നും പറഞ്ഞ് എല്ലാം എടുത്ത് കാട്ടി കളഞ്ഞല്ലോ. അപ്പോൾ ഞാൻ രണ്ടാമതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് പിടിപ്പിച്ച് വരണുള്ളൂ. 102 വെറൈറ്റി എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായത്. അപ്പോൾ ഞാൻ ചെടി കച്ചവടം തുടങ്ങിയത് യുഫോർബിയം എന്നാണ്. അതൊന്നുമില്ല, എനിക്ക് ക്യാൻസർ തന്നെ കൊണ്ടൊന്നുമല്ല, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ക്യാൻസർ തന്നെ. ചെടിയായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ. പക്ഷെ ആൾക്കാരുണ്ടാവും ഇപ്പോൾ യുഫോർബിയൊക്കെ വന്നു തുടങ്ങി. അഡീനിയത്തിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഞങ്ങൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബോൺസായി ആയിട്ട് വെച്ചാൽ പക്ഷേ ഫ്ലവർ കുറവാണ്. ഗ്രാഫ്റ്റ് ചെയ്തതുണ്ട്, ഫ്ലവറാവും വെച്ചേക്ക്. ഈ ഒരു ചെടി നോക്കിയേ. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമാണ്. ആൾക്കാർ ഇത് ഓൺലൈനിലോ ഇവിടെ വന്നവരൊക്കെ അതിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ പണ്ട് ഇതിൻ്റെ മഞ്ഞ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കേട്ടോ കൊലകുത്തി കൊലകുത്തി ഉണ്ടാവും. ഇത് വലിയ കെയറിങ്ങൊന്നും ആവശ്യമില്ല ഇതിന്. ഇതിൻ്റെ തൈകളും ഉണ്ട് കേട്ടോ കൊടുക്കാനായിട്ട്. 40-50 രൂപയ്ക്കൊക്കെ ഇതിൻ്റെ തൈകൾ കൊടുക്കും. ഇത് ഞാൻ പിടിപ്പിച്ച് വയ്ക്കുന്ന സ്ഥലമാണ്. ഇത് ചെറിയ കലാത്തികളാണ് കേട്ടോ. കട്ട് ചെയ്ത് വെക്കണതാണ്. ഇവിടെ നിന്ന് ഞാൻ പിടിച്ചതാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാറുള്ളത്. ഇതും കവറൊക്കെ ഒരു 30 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യണേ. കവറിൽ വേഗം പൊട്ടൊക്കെ നിറഞ്ഞ് വേഗം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ ചെടി തന്നെയാണ്. ഈ ചെടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഒരു ചെറിയ ഫ്ലവറൊക്കെ വരും, ഒരു വൈറ്റ്. ഇതൊക്കെ ഒരു 20-25 രൂപയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകും. അപ്പോൾ എല്ലാ ഐറ്റംസും എടുക്കണ ആൾക്കാരുണ്ട് ചെടിയെ പറ്റി. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഓരോ കവർ 2 കവറൊക്കെ അങ്ങനെ പറയുന്നത് ഓരോ ഐറ്റംസിൻ്റെ ഒക്കെ എടുക്കാറുണ്ട്. ഈ ഡ്രസ്സിനൊക്കെ ഒന്ന് നോക്കിയേ. നല്ല ഒരുവിധം വെയിലടിക്കുമ്പോഴാണ് ആ റെഡ് കളറൊക്കെ ഇങ്ങനെ വന്നെ. അതിൻ്റേതായ ഒരു ഭംഗി അതിനൊക്കെ ഇല്ലേ. ഇതൊക്കെ റിലീഫ് പച്ച, ഗ്രീൻ കളറ് ഐറ്റംസുകൾ. ഡ്രസ്സിനയുടെ ഏതാണ്ട് ഒരു മിക്ക വെറൈറ്റിയും ഞങ്ങളുടെ ഉണ്ടെന്ന് തോന്നണേ. ഡ്രസ്സിനകളുടെ ഇത് കണ്ട, ഇതിൻ്റെയൊക്കെ ലീഫുകൾ കണ്ട. ഡ്രസ്സിനൊക്കെയൊന്നും അധികം വളം കൊടുക്കണില്ല. ഞാൻ ഈ കമ്പോസ്റ്റും അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കണേ കൂടുതൽ. ഇത് ഓറഞ്ച്, ഇതിൻ്റെയൊക്കെ ഇലകളുടെ ഇതാണ് കണ്ട. കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേപോലെ തോന്നിക്കും. പക്ഷെ അതിൻ്റെ സൈഡൊക്കെ നോക്കിയേ, ഓറഞ്ച് കളർ വന്നേക്കണ്. ഇവിടെ ഇങ്ങനത്തെയാണ് വന്നേക്കണ കണ്ട. ഇത് ഇവിടെ ഒരെണ്ണം നോക്കിയേ, ബ്ലാക്കും വൈറ്റ് വന്നേക്കാം. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തനി ബ്ലാക്ക് പോലത്തെ വന്നേക്കണേ. അതൊന്നും വേറെ ഡിസൈൻ കാണിക്കണില്ല. ഇത് നോക്കിയേ, റെഡ്. ഇത് സാധാരണ കിട്ടണതാണ് കേട്ടോ നമുക്ക്. ഇതൊരു വെറൈറ്റി വന്നേക്കണുണ്ടോ. ഇതിൽ നിന്ന് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. ഇത് സാധയാണ്, പക്ഷെ അതിൻ്റേതായ ഒരു ഭംഗി അതിന് വന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ലീഫുകൾ ഇങ്ങനത്തെ തന്നെ വരും. ഇത് നമ്മുടെ ഗുൽഗുലാത്തി. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, ചെടി മാത്രമല്ല, റംബുട്ടാനും എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട്. കുറേ സ്ഥലമുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ റംബുട്ടാൻ മരമാണ്. ഓക്കെ, ഇങ്ങനത്തെ ഈ മരം തന്നെ ഒരു 30 മരമുണ്ട് ഞങ്ങൾക്ക്. NIT റംബുട്ടാൻ ഡ്രൈവ്. പക്ഷെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചേക്കണം ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പ്രകൃതിയോട് ചേർന്ന്
നമുക്ക് ചെടി വെക്കുമ്പോൾ ചെടികൾക്ക് നമ്മൾ ഷീറ്റിൻ്റെ അടിയിൽ വെക്കണേലൊക്കെ നന്നായിട്ട് ചെടി വളരാനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കണതാണ് നല്ലത്. സോ അഗ്ലോണിയമൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഷീറ്റിൻ്റെ അടിയിൽ മഴ പെയ്താൽ നശിച്ചു കൊണ്ട ചെടികൾ നമ്മൾ ഷീറ്റിൻ്റെ അടിയിൽ തന്നെ വെക്കണം. അല്ലാത്ത ചെടികളൊക്കെ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് വെക്കണതൊക്കെ നല്ലത് എനിക്ക് തോന്നണം കേട്ടോ. കണ്ട ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ അതിനുള്ളൊരു ഇത് വേണ്ട. അപ്പോൾ ചൂടും നിങ്ങൾക്ക് കുറവായിരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒട്ടും ചൂട് തോന്നിക്കണില്ല. മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണമായിരുന്നു, നിറച്ച് മരങ്ങളാണ് അതിൻ്റെ ഇടയിൽ നിൽക്കണമായിരുന്നു. പക്ഷേ ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് ചെടിയൊക്കെ നട്ട് ക്ഷീണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി കിടക്കുമ്പോൾ ഇങ്ങനെ കയ്യെത്തിച്ച് ഇതൊക്കെ പറിച്ചൊക്കെ തിന്നാം. പക്ഷെ അതൊക്കെ ഒരു സന്തോഷമല്ലേ കൂടുതൽ, ഫ്രൂട്ട്സൊക്കെ പറിച്ച് തിന്നത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണത്. ഇത് അധികം ആൾക്കാർ കണ്ടിട്ടില്ല കേട്ടോ. അത് പിന്നെ ട്വിസ്റ്റഡ് പിന്നെ ഇതും ആൾക്കാർ കവറുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത്. ഈ വെറൈറ്റി ക്രോസ്റ്റഡ് വെരിഗേറ്റഡ് ഇങ്ങനെ ഇത് നഴ്സറിയിൽ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇതും ഒരു ഡ്രസ്സിനുകളാണ്. അതും ഞങ്ങൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ വെട്ടി വെക്കണ ചെടികളാണ് അതൊക്കെ. ഇത് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞതിൻ്റെ സോങ് ഓഫ് ജമൈക്കയാണിത്. ഇത് സോങ് ഓഫ് ജമൈക്ക. ഇത് നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ വെക്കാൻ പറ്റിയതാണ് ജമൈക്ക. ഇത് ഫൈക്കസ്, ഞങ്ങളുടെ കൊല്ലങ്ങളെത്തിയ ഫൈക്കസ് അത്ര വലിപ്പം എത്തി. കണ്ട ഫൈക്കസ്. ഇതിൻ്റെ കവറൊക്കെ നമുക്കൊരു 60 രൂപ 50 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ ഫൈക്കസിൻ്റെ. ഇത് ഇത്ര ആവണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും കേട്ടോ. ഇപ്പം ഞങ്ങൾ ഫൈക്കസ് ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങിച്ചു വെച്ചതിലുള്ളതാണ്. കണ്ടോ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ വന്നേക്കണുണ്ടോ ഫൈക്കസ്. ഇത് ഗ്രീൻ ഫൈക്കസിൻ്റെ എല്ലാം ഗ്രീൻ. അരേലികൾ നോക്കിയേ, ഇതൊക്കെ അരേലികൾ വെറൈറ്റികളാണ്. ഇത് നമ്മുടെ ഡുറാന്ത എന്ന് പറഞ്ഞ സാധനമാണത്. പക്ഷെ ഇത് ഇച്ചിരി അവിടെ അറ്റത്തിരിക്കണതിന് വെയിലുണ്ട്. വെയിൽ കുറഞ്ഞ് ഇപ്പോൾ റംബുട്ടാൻ്റെ അടിയിൽ ചോലയിൽ വെച്ചേക്കണം. അതുകൊണ്ട് ഇച്ചിരി വെയിൽ കുറവായി പറഞ്ഞാൽ ആ വൈറ്റ് ഇങ്ങോട്ട് വന്നില്ല. പക്ഷെ വെയിലടിക്കുന്നോറും ഇത് വൈറ്റ് വരും. ഇത് നിങ്ങളുടെ ഒരു വെറൈറ്റി ഉണ്ടോ കണ്ട് മനസ്സിലാവുമെന്ന് എനിക്ക്. ഇതും ഒരു തരി പോലത്തെ അരേലിയ. പക്ഷെ ആൾക്കാർ ഈ അരേലിയ നഴ്സറി കിട്ടും നമുക്ക് ഇത് ആൾക്കാരൊക്കെ സാധ്യതയാണത്. പക്ഷെ ഇത് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കവർ ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ. കമ്പോസ്റ്റാണ് കേട്ടോ കൂടുതൽ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ആവണത്. വളം കൊടുക്കണത് ഞാൻ ഉണക്കച്ചാണകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരിയില കമ്പോസ്റ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഉണ്ടാക്കണത് വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഈ ചെടിയുടെ നോക്കി ഇലയാണ് ഇതിൻ്റെ ഒരു ഭംഗി കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഓരോ കവറൊക്കെ എൻ്റെ നിന്ന് എടുക്കുന്നുണ്ട്. റേറ്റും കുറവാണ് അതിന്, 20 രൂപ അങ്ങനെയൊക്കെ ഉള്ളു അതിന്. കവറിലുണ്ട് ചെടിയുടെ. ഇത് നമ്മുടെ ഗ്ലോറിയോസോ ഉണ്ടത് കണ്ട. ഇത് ഇലക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി. ഇതേ ആദ്യത്തെ ഇലകൾ ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്കൊരു 150 രൂപ 120 രൂപയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. കണ്ട ലീഫ് വലുതായിട്ട് തന്നെ വരും. നമ്മുടെ ഫ്ലവർ ആന്തൂറിയത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ വിത്ത് പാകി പിടിപ്പിക്കണതാണ് ഇതൊക്കെ ഉള്ളത്. ഫ്ലവർ ഉണ്ടായത് ആൾക്കാർ ആദ്യം ഫ്ലവർ ഉണ്ടായത് കൊണ്ടുപോയി. പിന്നെ ചെറിയ തൈ ആവാൻ കാരണം കുറേ ഞങ്ങൾ വിത്ത് പാകി എടുക്കണതാണ്. വിത്ത് പായി കിട്ടണതിൻ്റെ ഫ്ലവർ പല സൈസായിരിക്കും. മദർ പ്ലാന്റിൽ നിന്ന് അതന്നെ കിട്ടണമെന്നില്ല. നമ്മുടെ ഇല്ലാത്ത വെറൈറ്റിയൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓടിൻ്റെ കഷ്ണവും കരി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ഒരു ജീവാമൃതം എന്ന് പറഞ്ഞൊരു ഞങ്ങൾ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട്.
ഡ്രമ്മിലൊക്കെ കലക്കി അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. ഞാൻ പിന്നെ അധികം വളമൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ നടുമ്പോൾ കമ്പോസ്റ്റ് ഇട്ട് നമ്മുടെ മണ്ണിൽ കമ്പോസ്റ്റ് ഇട്ടാണ് ഞാൻ നടാറുള്ളത്. നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കുറേ കൂടുതൽ വളം കൊടുത്താലും ചെടികൾക്ക് കേട് വരാൻ ചാൻസ് ഉണ്ട്. ജീവാമൃതം ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, നമ്മുടെ ശീമക്കൊന്നയുടെ ഇല, പിന്നെ നമ്മുടെ ഇത്തിരി സ്മെല്ലില്ലാണ്ട് ഇത്തിരി ശർക്കര, എല്ലുപൊടി, പിന്നെ നമ്മുടെ പച്ചച്ചാണകം, അത്ര നമ്മൾ ഡ്രമ്മിലാക്കി വെച്ചിട്ട് നമ്മൾ വലത്തോട്ട് ഇളക്കണം. അങ്ങനെ ഇളക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് ഞാൻ ഒരു കപ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നേർപ്പിക്കണം കേട്ടോ. നേർപ്പിച്ചാണ് ഒഴിക്കണേ, ചെടികൾക്ക് ഒഴിക്കണം. അപ്പോൾ അത് കപ്പും കൊണ്ട് ഒഴിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഞാനിടുന്ന കമ്പോസ്റ്റ് എന്ന് പറയാൻ കാരണം ഈ കരിയില കമ്പോസ്റ്റാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണേ. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയൊരു കുഴി എടുത്തേക്കാം, മെഷീൻ വെച്ചേക്കാം. അതിൽ നമ്മൾ കരിയില, നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എന്തും ഇടാം, പ്ലാസ്റ്റിക് ഒഴിച്ച് എന്ത് സാധനം അതിലിടാം വേണമെങ്കിൽ. അത് എൻ്റെ ചാണകം ഇടാം. അത് കഴിഞ്ഞിട്ട് ആ കുഴി മഴയ്ക്ക് മുന്നേ ഞങ്ങൾ അത് മൂടിയിടുമെന്ന് പറയാൻ അല്ല, പട്ടയ്ക്കിട്ട് അങ്ങനെ അത് മൂടിയിടും. എന്നിട്ട് ആ മഴവെള്ളം അതിൽ ഇറങ്ങിയിട്ടാണ് അത് ദ്രവിച്ച് ശരിക്കും കമ്പോസ്റ്റ് ആവും. നല്ല ബ്ലാക്ക് കളറ്. അത് ഞങ്ങൾ പണിക്ക് ആളെ നിർത്തി ചാക്കിൽ കെട്ടി വയ്ക്കും. അത് കുറേ കെട്ടി വയ്ക്കും. അത് നമ്മുടെ ഫ്രൂട്ട്സിനും എല്ലാത്തിനും ഇടാം. അതിപ്പോൾ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ചെടി വയ്ക്കുന്നോറും അതിലും നല്ലത് ഈ കരിയില കമ്പോസ്റ്റാണ്. ഈ കരിയില കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കരിയിലയിൽ കൂടുതലും വേര് വേഗം പിടിച്ച് കവറെല്ലാം പിടിച്ച് കിട്ടും നമുക്ക് കരിയില കമ്പോസ്റ്റ്. ഇതാണ് കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതൊക്കെ നമ്മൾ വേര് ചെടിയിലിട്ട് മണ്ണിലിട്ട് ചെടി നടാണെങ്കിൽ ഒരു 100-90 കവർ നമുക്ക് പിടിച്ചിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരിട്ട് ചാണപ്പൊടി കൊടുക്കണേലും നല്ലത്. ഇപ്പം ഇനി കുഴി കുത്താനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചാക്കിലാക്കി പ്ലാസ്റ്റിക് ചാക്കിൽ ഹോളിട്ടിട്ട് കരിയിലിടാം. അതിന് ചാണകം ഇടാം, പച്ചക്കറി വേസ്റ്റ് ഇടാം. പിന്നെ നമ്മുടെ കഞ്ഞിയുടെ ഒക്കെ വെള്ളം വേണമെങ്കിൽ അതിലൊഴിക്കാൻ നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് കെട്ടി നമ്മൾ പുറത്തിട്ടാൽ മതി. ഒരു 3-5 മാസമൊക്കെ കഴിയുമ്പോൾ പൊടിഞ്ഞ് ഇതിങ്ങനെയാവും. ഇതിലിടാണെങ്കിൽ കണ്ട നല്ല ഉണക്കി. അഗ്ലോണിയമൊക്കെ നമ്മൾ നടാണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നല്ല ചെടികൾ ഡ്രസ്സീനൊക്കെയൊക്കെ ഇങ്ങനെ വാരിയിട്ട് നമുക്ക് നടാം. എന്നാലും ഇതിലൊട്ടും നനവില്ല, നല്ല ഇതായിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാം കേട്ടോ. നമ്മൾ കരിയില ഞങ്ങൾ ഒരിക്കലും ഇത്ര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ഞങ്ങൾ കരിയില കത്തിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അതൊക്കെ വളമാക്കിയെടുക്കും. അതാണ് നമ്മുടെ ഒരു ചെടിയുടെ എനിക്ക് ചെടി നടാണെങ്കിൽ നമ്മുടെ വളമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഇത് മനസ്സിനൊരു തൃപ്തിയാണ് ഈ വളം കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പം എല്ലാ വീട്ടമ്മമാർക്കും ഇത് വീട്ടിലിരുന്നൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.